അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹി യാ ഉസ്താദ്. വളരെ സന്തോഷകരമായി നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷേ സംശയങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ കൂടുതൽ ഒന്നും കൂടി അത് രണ്ടാമത് കേൾക്കേണ്ടി വരും. ഉസ്താദ്, ഇവിടെ കൂടുതൽ ഈ സംഭവം ദുബായിലുണ്ട്. അതായത് ഒരു പള്ളി, ഒരു ഒറിജിനൽ പള്ളി ഉണ്ടാകും. പിന്നെ ഇവിടെ ലേബർമാരുടെ ബാഹുല്യം കൊണ്ട് വലിയൊരു സീറ്റ് ഇട്ടുകൊണ്ട് പള്ളിയോട് കൂടിക്കെട്ടിയിട്ടുണ്ട്. ഇത് വഖഫാക്കിനോ ഇല്ലയോ എന്നറിയില്ല. പള്ളി കെട്ടുമ്പോൾ ഉണ്ടാക്കിയതും അല്ല. ഇവിടെ ഏസിന്റെ തണുപ്പ് പോകുന്നതിന് വേണ്ടി വാതിൽ ചാരാറുണ്ട്, ലോക്ക് ഇടാറില്ല. എങ്കിൽ നമുക്കിത് വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് ഇത് പള്ളിയായി കണക്കാക്കണോ വേണ്ടയോ എന്നതാണ്. മറ്റൊന്ന്, പള്ളി കെട്ടുമ്പോൾ തന്നെ ഇവിടെ എൻ്റെ വരാന്തയും അതുമായി ബന്ധപ്പെട്ടതും ഉണ്ട്. അവിടെ ഈ കച്ചറ ഡബ്ബന്റെ ബോക്സ് ഇട്ടിട്ടുണ്ടാകും. പള്ളിന്റെ കൂടെ തന്നെ കെട്ടിയത് കൊണ്ട് ഇത് പള്ളിയാണെന്ന് കരുതി അവിടെ ആ കച്ചറയിൽ നമുക്ക് വല്ല ഉപയോഗിച്ച് ക്ലീനക്സും ഇടാൻ പറ്റുമോ ഒന്ന് വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. പിന്നീട് ഉണ്ടാക്കിയതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടതായി അറിയപ്പെടണം. കാരണം എന്താന്ന് വെച്ചാൽ പിന്നീട് ഹുദൂസ് പുതിയതാണെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ പള്ളി അല്ലാതിരിക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായി നിൽക്കുന്നത് കൊണ്ട് അവിടെ പിന്നെന്ത് വേണം? പള്ളിയാണ് എന്നറിയണം. എന്നാലേ പള്ളിന്റെ ഹുക്കുമ് വരുള്ളൂ. പള്ളിന്റെ ഒപ്പെടുത്തതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പള്ളിന്റെ ഹുക്കുമ് തന്നെയാണ്. ഒപ്പെടുത്തതാണോ പിന്നുണ്ടാക്കിയതാണോ എന്ന് അറിയാത്തോടത്തും വാഹിർ കൊള്ള നോക്കിയിട്ട് പള്ളിന്റെ ഹുക്കുമാണ്. പിന്നീട് പുതുതായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുണ്ടാവുമ്പോൾ അവിടെ കരീനത്ത് പള്ളി അല്ലാതിരിക്കാനാണ് വാഹിർ. അപ്പൊ അവിടെ പിന്നെ പള്ളിയാക്കിയതായി അറിവുണ്ടെങ്കിലേ പള്ളിയുടെ ഹുക്കും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി എന്ന് വരും. പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി ഉണ്ടാക്കുമ്പം ചെരുപ്പ് വെക്കാനുള്ളത്, പള്ളി വെള്ളം ചെന്ന് ചാടാനുള്ളത്, അല്ലെങ്കിൽ ഒതു കൊടുക്കാനുള്ള വെള്ളം വെക്കാനുള്ളത് എന്നൊക്കെ പറയുന്ന സ്ഥലം ഹരീമാണല്ലോ. അതിന് പള്ളിന്റെ ഹുക്കും ഉണ്ടാവില്ല. പക്ഷേ ന്യായം കൊണ്ട് പറഞ്ഞാല് പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി കെട്ടി ഉണ്ടാക്കിയതായത് കൊണ്ട് റഹ്ബത്തിന്റെ ഹുക്കുമ് വരാനാണ് സാധ്യത. മനസ്സിലായില്ലേ? റഹ്ബത്തിന്റെ ആവശ്യം തന്നെ പറഞ്ഞത് പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയത് എന്നാ. അങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ട് പള്ളിയുടെ അലാമത്തുകൾ കാണുന്നുണ്ടെങ്കിൽ പള്ളി നോക്കുമാണ്. അങ്ങനെയാണെങ്കിൽ അടച്ചാൽ കുഴപ്പമില്ല, കുറ്റിട്ടിട്ടില്ലെങ്കിലും. അതേ സമയത്ത് പള്ളിയല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അടഞ്ഞാൽ പ്രശ്നം തന്നെയാണ്, തുടർച്ച സഹിയാവൂല. അതുപോലെ കുമാമ ഇടാൻ വേണ്ടിയിട്ട് ബക്കറ്റ് വെച്ചു എന്നതുകൊണ്ട് പള്ളിയല്ല എന്ന് വരൂല. പള്ളിയിലിടുന്നില്ല എന്നുള്ളൂല്ലോ. പള്ളിയെങ്കിലും അതിന്റെ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്ത് നമ്മള് കിച്ചറൊക്കെ ഇടാനുള്ള ബക്കറ്റ് സാധനങ്ങൾ വെച്ചു എന്നല്ലാതെ പള്ളിയോട് കൂടുതൽ കൂട്ടിക്കെട്ടുകയും പള്ളിയുടെ ഉപയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന സ്ഥലം പള്ളിയുടെ ഹുക്കുമായി കാണാൻ തന്നെയാണ് സാധ്യത. പുറത്തെ പള്ളിയിൽ നിന്ന്, പള്ളി അല്ലാത്തതിൽ നിന്ന് ഉള്ളിലേക്ക് കയറാൻ വഴിയുണ്ട്. പക്ഷേ കേറി മറിയുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിലേ അവിടെ ചേരാൻ പറ്റുകയുള്ളൂ. എങ്കിൽ അത് പറ്റും ഉസ്താദെ. അതായത് അല്പം ഒരു അര ഡോറ് മുറിച്ച് അതിനപ്പുറം ഓപ്പൺ ആണ്. ചില ഡോറുകളുടെ പകുതി, ഇപ്പോൾ അതില്ല. പഴയ കാലത്ത് പഴയ ഡോർ ഉണ്ടാവാറുണ്ട്, പകുതി തുറക്കലും പകുതി അടക്കലും ഉള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ എന്നതാണ് ഉസ്താദെ. മറ്റൊരു ചോദ്യമുണ്ട്, ഇൻഷാ അല്ലാഹ്. പിന്നെ സാധാരണഗതിയിൽ ചെന്ന് ചേരാൻ പറ്റുന്ന വഴിയെന്നാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ചാടിക്കടന്ന് ചെല്ലാൻ പറ്റിയതുകൊണ്ട് കാര്യമില്ല. ആദത്തൻ ഉസൂല് പറ്റണം എന്നാണ്. ഈ മൗമൂമ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ എത്താൻ പറ്റണം. അല്ലാതെ നേരത്തെ പറഞ്ഞേക്ക് മുകളിലൊരു ഓട്ടുണ്ട്,
ആ ഓട്ട കുറച്ച് വലിപ്പമുള്ള ഓട്ടയാണ്. അതിന്റെ മുകളിൽ ഒരു കമ്പിമേൽ നല്ല ഉറപ്പുള്ള ഒരു കയറ് കെട്ടിവെച്ചാണ്. ആ കയറുമേൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിയിട്ട് കീഴ്പോട്ടാണ് ചാടാൻ പറ്റും. എന്നാ പറ്റൂല എന്ന് പറഞ്ഞില്ല. കാരണം അത് ആദത്തെ നിലക്ക് അങ്ങനെ പോക്കില്ല. എന്നതുപോലെ ഒരു അരവാതില്, അതിന് ഞങ്ങൾ പറയൽ അങ്ങനെ ഇനി അരവാതില് എന്ന്. അങ്ങനെ അരവാതിലുണ്ട്. അതായത് നോക്കിയാൽ നല്ലോണം കാണും, പക്ഷേ സാധാരണഗതിയിൽ പോകാൻ പറ്റൂല. വേണമെങ്കിൽ എന്താക്കുക, അതിൽക്കൂടെ നൂണ്ട് ചാടാം പൂച്ചന്റേക്ക്. അത് സാധാരണ ആദിയായ പോക്കല്ല, അത് വഴിയില്ലാത്ത ഹുക്കുമലാപര. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ മൗമൂമ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയാണ്. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ പോലെ ആ പോലത്തിൽ പോണോന്ന്, അല്ലാതെ ചാടിക്കാണ്ടോ അല്ലെങ്കിൽ നൂണ്ട് കടന്നു കാണ്ടോ ഒന്നും പോണത് സാധാരണ പോക്കല്ല. ശുക്രൻ ഉസ്താദ്. പള്ളിയിലേക്ക് കയറാൻ പറ്റും, പക്ഷേ ഒരു മൂലയിലാണ് ഒരു സ്ഥലത്തപ്പെട്ടത്. അപ്പൊ ഒരു ചവിട്ട് വേക്കോട്ട് വന്നിട്ടേ മുമ്പോട്ട് തിരിച്ചു കയറാൻ പറ്റൂ. എങ്കിലും ഉസ്താദെ അത് ചിലപ്പോ പള്ളിയിലേക്ക് കടക്കാനുള്ള ഡോർ കുറച്ചോട്ട് ബാക്കോട്ട് തള്ളിയിട്ടുണ്ടാവും. നാം കുറച്ച് അകത്തേക്ക് തള്ളിയിട്ടാ കയറുക. ആ അവസരത്തിൽ നമുക്ക് അല്പം ബാക്കോട്ട് വന്നിട്ടേ പള്ളിന്റെ അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ ഉസ്താദിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അല്ലാതെ ഇപ്പൊ പാഠം അതിനെ വിശദീകരിച്ച് നാളെ വരാനുണ്ടോ എന്നും അറിയില്ല. അസ്സലാമു അലൈക്കും. ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റേണ്ടി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഖിബിലയെ തൊട്ട് പിന്തിരിയുന്ന അവസ്ഥയിൽ തെറ്റേണ്ടി വന്നാൽ പറ്റൂല. അങ്ങനെ അതാണ് ഇസ്വിറാറ് ഇൻതാഫ് എന്നതിന് അവിടെ തന്നെ ഷറയിൽ ഹാഷ്യക്കാരൊക്കെ അർത്ഥം കൊടുത്തത് ബിഹൈസു യസ്തദ്ബിറുൽ ഖിബല, ഖിബിലക്ക് പിന്തിരിയുന്ന നിലക്ക് തെറ്റുകയോ തിരിയുകയോ ചെയ്യേണ്ടി വരുന്ന നിലക്ക് ആവരുത്. അതില്ലാതെ വലത്തോട്ടോ ഇടത്തോട്ടോ അല്പം പോയെങ്കിലേ പള്ളിയിലെത്തുള്ളൂങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് പിന്തിരിഞ്ഞു കൊണ്ടുവന്നെങ്കിലേ എത്താൻ കഴിയുള്ളൂങ്കിൽ പറ്റൂല. അതാണ് ഇസ്വിറാറ് ഇൻതാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അവിടെ തന്നെ യാനത്തിലും ദർശയിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളെ ചോദിച്ച ചോദ്യത്തില് യാനത്തിലല്ല തെർശയിലാണത് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ തെർശയെന്ന് ആരോടും പറയണ്ട. തെർശയെ സ്വന്തം പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞ മസ്അലയാണ്. തക്ബീർ കെട്ടുന്നത് ഇന്നത്തെ അല്ല കേട്ടോ, അത് ഇന്നലെ ചോദിച്ച് തക്ബീറത്തുൽ ഇഹ്റാം എന്തേലും ഇന്നലെ ചോദിച്ചിനി നമ്മളെ ചോദ്യം. ഒരാള് കേറി വന്നു. ഈ കേറി വന്ന ആള് ആദ്യം വേണ്ടത് എന്താണ്? വലത്തെ പുറത്ത് നിൽക്കുന്ന ആളുടെ നേരെ തൊട്ട് ഇടത്തെ പുറത്ത് നിന്ന് തക്ബീർ കെട്ടിയതിനു ശേഷം രണ്ടാളും കൂടി ബേക്ക് മാറി നിൽക്കുക. അല്ല സൊഫ് പുള്ളന് ബേക്കിൽ നിൽക്കാൻ നിവർത്തിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളെ വലിച്ചുകൊണ്ടരാതെ അതിന്റെ തൊട്ട് ബേക്കിൽ നിന്ന് തക്ബീർ കെട്ടിയിട്ട് ഒരാളെ വലിച്ച് രണ്ടാളും കൂടി ബേക്ക് മാറി നിൽക്കുക. അതല്ലാതെ തക്ബീർ കെട്ടുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ഒരാളെ കീപ്പോട്ട് പിടിച്ചു വലിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞതാണ്. ഷാഫി മദ്ഹബിലെ വളരെ മുഅ്തമദായ കിതാബാവുന്ന തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതാണ്. അത് തെർശയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തെർശയിൽ പറഞ്ഞ് നല്ല ആരോടെങ്കിലും ചോദിക്കുമ്പോൾ പറയേണ്ടത് തുഹ്ഫയിൽ ജമാഅത്തിന്റെ ബാബിൽ 2-ാം ജുസിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തക്ബീർ കെട്ടാതെ നേരത്തെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കൽ ഹറാമാണ് എന്ന് തുഹ്ഫ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ ചോദിച്ച ചോദ്യമാണ് കേട്ടാ, പിടിച്ചു വലിക്കൽ. അത് തുഹ്ഫ പറഞ്ഞതാണ്. തുഹ്ഫ പറഞ്ഞതായിട്ട് തെർശയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അസ്സലാമു ഉസ്താദെ, മസ്ബൂക്കായ മഅ്മൂമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? മസ്ബൂക്കായ മഅ്മൂമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? അസ്സലാമു അലൈക്കും. ഇതേ ഇപ്പൊ ഒരു ദർസല്ലല്ലോ, പള്ളിക്കാർ ദർസല്ലല്ലോ, അതുകൊണ്ട് പറയാതെ നിവർത്തിയില്ല. ഇതിപ്പോ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ
ഫതുഹുൽ മൊയ്നിൽ ഓതിപ്പോയ വിഷയാണ്. അന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഓരോരുത്തരിപ്പോ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴെങ്കിലും ആണല്ലോ വരിക. അപ്പൊ ഇന്നലെ ഓതി കേൾക്കാത്ത ആൾ ഇന്ന് വന്നിട്ട് ചോദിക്കാം ഇന്നലെ ഓതിയതിനെ പറ്റിയിട്ട് തന്നെ എണീക്കാരം. അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഓതി കേൾക്കാത്ത ആൾ ഇന്ന് വന്നിട്ട് ചോദിക്കാം മിഞ്ഞാന്ന് ഓതിയതിനെ പറ്റിയിട്ടായിരിക്കും. പിന്നെ പറയല്ലാതെ നിവൃത്തിയില്ലല്ലോ. കേട്ടു കേട്ട് 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 ചെവിന്റെ കുറ്റിയൊക്കെ തയമ്പ് പിടിച്ച് ആ ജാതി പറഞ്ഞിട്ടുണ്ടായി. അതിപ്പോ കേൾക്കാത്തവർക്ക് ഇപ്പോൾ പുതുമ തന്നെയാണല്ലോ. അതുകൊണ്ട് പറയാ കറാഹത്താണ് മസ്ബൂക്കിനെ തുടർന്ന് നിസ്കരിക്കൽ എന്നാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. മനസ്സിലായോ? മസ്ബൂക്ക് ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അയാളെ തുടർന്നുകൊണ്ട് പുതിയ ജമാഅത്ത് തുടങ്ങൽ ജമാഅത്ത് സംബന്ധമായ കറാഹത്താണ്. ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. തുഹ്ഫ, നിഹായ, നമ്മളെ ഫതുഹുൽ മൊയ്നിന്റെ തന്നെ ശറഹുകളാവുന്ന യാനത്ത്, തർശീഹ് എല്ലാവരും ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നിങ്ങൾ ആ ചുരുങ്ങിയത് തർശീഹ് അല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കി, എന്നാല് നല്ലോണം മനസ്സിലാവും. ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾ കേൾക്കാത്ത ആളായിരിക്കും എന്നുള്ള എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ചതാണ്. ഓക്കെ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖൈറാണെന്ന് കരുതുന്നു. അത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, ക്ഷമിക്കണം. എന്ന് പറഞ്ഞ പോലെ 5 മുഹരിമീങ്ങൾ ഹജ്ജിനോ ഉണ്ടൊക്കെ ഇഹ്റാം കെട്ടിയ മുഹരിമീങ്ങൾ ആരെങ്കിലും 5 ഇഹ്റാം കെട്ടി. അപ്പോ അതില് ഒരാള് മുത്തഅമ്മിദൻ നടക്ക് തന്നെ ഒരു വേട്ടയാടൽ നടത്തി. അത് മറ്റുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ ഇവന് വേട്ടയാടി പിടിച്ച മൃഗാണെന്ന് അറിയാം. എന്നിട്ട് അതിൽ നിന്നും ബാക്കിയുള്ളവരും ഇവനേതായാലും കഫാറത്ത് കൊടുക്കണമല്ലോ. അപ്പോ ഇതിൽ നിന്ന് ഭക്ഷിച്ച ബാക്കിയുള്ളവരും മറ്റുള്ളവർ ഭക്ഷിച്ചാൽ ഈ ഭക്ഷിച്ചവരും അതിൽ ഇരയാകുമോ എന്നാണ് സംശയം. അവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തിനോട് ശബ്ദം ഒന്നും ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാണില്ല. അതിന്റെ ഒപ്പത്തിൽ എന്തോ ഒരു നെല്ലിയിട്ടൊരു ശബ്ദം വല്ലാതെ ഉണ്ട്. അപ്പൊ ഇതെന്താ ഞങ്ങൾക്ക് ഇനി ചോദ്യകർത്താവിനല്ലാതെ ബാക്കി ആർക്കെങ്കിലും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിക്കും മനസ്സിലായെങ്കിൽ അതൊന്ന് വിശദീകരിച്ച് തന്നാൽ ഞാൻ പറഞ്ഞുതരാം. ചോദ്യം വ്യക്തമായി കേട്ടിട്ടില്ല. ഒച്ചക്കൊണ്ട് ഒരു വിധത്തിൽ ഒച്ചുണ്ട്. ഒച്ചനേക്കാൾ പ്രധാനം എന്തോ ആ കൂട്ടത്തിലെ ഒച്ചനേക്കാളും വലിയൊരു ശബ്ദം, ഒരു എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അക്ഷരങ്ങളൊന്നും വ്യക്തമായിട്ട് കേട്ടിട്ടില്ല. ചോദ്യം അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ. ശബ്ദത്തിന് നിങ്ങളെ ശബ്ദം ഒന്ന് കുറച്ച് കൂട്ടുമാണ്. ശബ്ദം കൂട്ടുന്നതിലേറെ എന്തോ ഒരു ശബ്ദം, വേറെ ഒരു അപശബ്ദം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് വ്യക്തമായെങ്കിലേ നമുക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. മറ്റേ ചോദ്യം ശരിക്കും മനസ്സിലാകാതെ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ശബ്ദം ക്ലിയർ ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദേ, ഈ 5 ഇഹ്റാം കെട്ടിയ 5 ഈ 5 കൂട്ടത്തില് ഒരാള് മുതഅമ്മിദൻ നടക്ക് തന്നെ ഒരാൾ വേട്ടയാടി. അങ്ങനെ വേട്ടയാടിയിട്ട് മറ്റുള്ളവർക്കൊക്കെ അറിയാം ഇവൻ വേട്ടയാടി പിടിച്ച മൃഗാണിത് എന്ന്. എന്നിട്ട് അതിൽ നിന്ന് ഭക്ഷണം ഭക്ഷിച്ചാല് അവനിക്ക് ബാക്കിയുള്ള അവനിക്ക് കഫാറത്ത് കൊടുക്കുക. സ്വൈദിന് പകരം സ്വൈദിന് വേണ്ടി കഫാറത്ത് കൊടുക്കാൻ നിർബന്ധമുണ്ടല്ലോ ഒരാൾക്ക്. അപ്പോ മറ്റുള്ളവർക്ക് അത് അറിയാം, കഫാറത്ത് കൊടുക്കേണ്ട ആളാണ്, അങ്ങനെ പിടിച്ചൊരു മൃഗാണെന്ന് അറിയാം. എന്നിട്ട് അതിൽ നിന്ന് ഭക്ഷിച്ച ബാക്കിയുള്ള മുഹരിമീങ്ങൾക്കും ഈ കഫാറത്ത് ബാധകമാണോ എന്നാണ് ചോദ്യം. ഇപ്പൊ കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ കേട്ടാണ്, പക്ഷേ ഒരു സാങ്കല്പിക ചോദ്യമാണെന്ന് മാത്രം. പ്രസക്തമല്ലാത്ത ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഹജ്ജ്
ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത ആള് മനഃപൂർവ്വം വേട്ടയാടുക എന്ന് പറയുന്ന സംഭവം മുസ്ലിം ലോകത്ത് പ്രായോഗികമാണോ എന്നത് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിനെ പറ്റിയിട്ട് ഞാൻ പറയണത്. സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി. ഈ വേട്ടജീവി ഇപ്പൊ പറഞ്ഞേക്ക് ഈ മക്കത്തോ പരിസരങ്ങളിലോ ഉള്ള ആകെ ഒരു വേട്ടജീവിയായിട്ട് നമ്മുടെ കാഴ്ചയിൽപ്പെടുന്നത് പ്രാവ് മാത്രമാണ്. വേറെ വേട്ടജീവി ഏതാ അവിടെ ഉള്ളത്? അപ്പൊ ഒരു സാങ്കല്പിക ചോദ്യമാണ്, ഇതത്ര പ്രസക്തല്ല. ചുരുക്കത്തിൽ ഇഹ്റാമിലുള്ള ഒരാള് വേട്ടജീവിയെ വേട്ടയാടി പിടിച്ചാൽ അതിനെ അറുത്താൽ ശവത്തിന്റെ ഹുക്കുമാ. വേട്ടയാടിയ ആള് അത് വേട്ടയാടിയതിന്റെ മേൽ അതിന് എന്ത് വേണം? കഫാറത്തായിട്ട് ഫിദിയ കൊടുക്കണം. എന്നാൽ അയാൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും അത് ഭക്ഷിക്കൽ ശവം തിന്നുന്ന ഹുക്കുമാണ്, കടുത്ത ഹറാമാണ്. അർത്താ ഹലാലാവുലാണ്. അർത്താ ചത്ത ശവത്തിന്റെ ഹുക്കുമാ. വേട്ടജീവിയെ ഇഹ്റാമിലുള്ള ആള് വേട്ടജീവിയെ വേട്ടയാടി പിടിച്ചിട്ട് അതിനെ അർത്താൽ അത് ചത്ത ശവത്തിന്റെ ഹുക്കുമാണ്. അത് അവനാണെങ്കിലും ബാക്കിയുള്ളവർക്കും അത് തിന്നൽ ഹറാമാണ്. അതേ സമയത്ത് വേട്ടയാടിയ ആള് ഫിദിയ കൊടുത്താൽ മതി, ബാക്കിയുള്ളവര് ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉസ്താദെ, ഇമാമ് പള്ളിയിലും മാമൂമ് പള്ളിയോടനുബന്ധിച്ചുള്ള ചരുവിലാണുള്ളത് എങ്കിൽ ഇമാമിനെ കാണേണ്ടതുണ്ടോ, അതല്ല ഇമാമിന്റെ ശബ്ദം കേട്ടാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇമാമ് പള്ളിയിലും ഇമാമ് പള്ളിയുടെ ചെരുവിലും ചെരു സാധാരണഗതിയിൽ പള്ളിയുടെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ റഹ്ബത്ത് പള്ളിന്റെ ഹുക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഇമാമിന്റെ ശബ്ദം കേട്ടാൽ മതി, കണ്ടുകൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? ഈ ചെരുവ് പള്ളിയാണെങ്കിൽ കണ്ടോളണം എന്നില്ല, കേട്ടാ മതി ഇമാമിന്റെ ശബ്ദം കേട്ടാ. അതേസമയത്ത് ചെരുവ് പള്ളിയല്ലെങ്കിൽ ഇമാമിനെ കാണുകയോ അല്ലെങ്കിൽ കാണുന്ന സൊഫിൽ നിന്നിട്ട് ചിലരെ കാണുകയോ ചെയ്യുകയും വേണം. ഖിബിലയിൽ നിന്നിട്ട് പിന്തിരിയാത്ത നിലക്ക് ഇമാമിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴിയും വേണം. അത് പള്ളി അല്ലെങ്കിൽ. പള്ളി ആണെങ്കിൽ ശബ്ദം കേട്ടാൽ മാത്രം മതി. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു ദുആ വസിയത്ത് പറയാൻ വേണ്ടിയിട്ടാണ് മൈക്കെടുത്തത്. എൻ്റെ അളാപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുകയാണ്. ഉസ്താദ് ദ്വാരക്കണം, ഖൈറിന് വേണ്ടി ദ്വാരക്കണം എന്നാ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആയുസ് ഉള്ളതാണെങ്കിൽ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അഹ്ലു ബൈത്തിന്റെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ സഹോദരന് ആയുസ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബ് തആല ഈ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ബുദ്ധിമുട്ടിലും വിഷമത്തിലും ആവാതെ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. റഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇപ്പൊ ഇവിടെ നമ്മുടെ ജിദ്ദയിലൊക്കെ പള്ളിയില് പുറത്ത് ജുമാക്കൊക്കെ നിസ്കരിക്കുന്ന ആളുകള് ഉസ്താദ് പറഞ്ഞതുപോലെ പിന്നെ ഇമാമിന്റെ ബാക്കിലോ അതെങ്കിൽ ഇമാമിലേക്ക് എത്താനുള്ള വാതിലിന്റെ അടുത്തോ ഒന്നുമല്ല. അപ്പൊ അത് നമ്മുടെ ഷാഫി മദ്ഹബിലല്ലാതെ വേറെ ഏതെങ്കിലും മദ്ഹബുകളുടെ അടിസ്ഥാനത്തിലാണോ അവരുള്ളത്? ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അവരെങ്ങനെയുള്ളത് നമുക്കറിയില്ല. നമ്മളെ മതം അനുസരിച്ച് ആ തുടർച്ച സഹിയാവില്ല. അതപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഷാഫി മദ്ഹബുകാരായ നമുക്ക് നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കുക. കഴിയുന്നത്ര പള്ളിയുടെ ഉള്ളിൽ തന്നെ എത്താൻ വേണ്ടി കുറച്ച് നേരത്തെ പോയി പള്ളിയിൽ തന്നെ നിൽക്കുക. പുറത്തു നിന്ന്
ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ല എന്നാണ് ഷാഫി മദ്ഹബ്. അതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് നമ്മളത് പാലിക്കുക. അവരെ മദ്ഹബിൽ ചിലപ്പോ അങ്ങനെ ഉണ്ടോന്ന് അത് നമുക്ക് പറയാൻ പറ്റൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റൂലല്ലോ. കാരണം എന്താ, നമ്മൾ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യേണ്ട. ആദ്യം ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യും വേണം. ആ മദ്ഹബ് അനുസരിച്ച് ജുമായുടെ ഷർത്തും ഫർളും നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യും വേണം. അത് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമായി അസാധ്യമായതുകൊണ്ട് അവരെങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ കഴിയുന്നതും പള്ളിക്കകത്ത് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതിരുന്നാൽ നമ്മളെ നിസ്കാരം ശരിയാവൂല. കാരണം ഇമാം പള്ളിയിലിരിക്കുന്ന ഇമാമിനെ പുറത്തുനിന്ന് തുടരണമെങ്കിൽ ഇമാമിനെ കാണുന്നവരെ കാണുകയും അതോടുകൂടി ഇമാമിലേക്ക് തടസ്സമില്ലാതെ എത്തിപ്പെടാൻ സൗകര്യപ്പെടുകയും വേണം. വാതിലടഞ്ഞാൽ കാണൂല എന്നുള്ള ഉറപ്പായതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയാൽ പോലും എന്ത് കഴിയില്ല, തുടർച്ച ശരിയാവുകയില്ല. അതുകൊണ്ട് നമ്മളത് പാലിക്കുക. അവരെ മദ്ഹബ് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് പ്രായോഗികമല്ല. കാരണം ആ മദ്ഹബിലെ ജുമാന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ഫർളുകളൊക്കെ എന്തൊക്കെയാണ്, ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. അതോടുകൂടി ആ മദ്ഹബാണ് ഷാഫി മദ്ഹബിനേക്കാൾ കൂടുതൽ ഉത്തമമായത് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാൻ കഴിയുള്ളൂ. അത് സാധാരണക്കാരെ സംബന്ധിച്ച് അസാധ്യമായതുകൊണ്ട് അതല്ല പ്രായോഗികം. നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് പള്ളിന്റെ ഉള്ളിൽ എത്തലാണ്. നമ്മള് നേരത്തെ പള്ളിയിൽ എത്താറുണ്ട്. പക്ഷെ നമ്മൾ എന്തെന്ന് അങ്ങനെ അവരിന് തെറ്റ് കാണുമ്പോ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? പിന്നെ ചിലപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്ത ചില ആളുകൾ ഇപ്പൊ ഇവിടുന്ന് പിന്നെ അറിയാത്ത ആളുകളൊക്കെ ഇപ്പം ബംഗാളികളെ യു പിക്കാരൊക്കെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇപ്പൊ ഇവിടെ ഷർഫിയിലൊക്കെ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയി നിൽക്കുന്നത് കാണാം. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? നമ്മളെ കാര്യം നോക്കുകയല്ലാതെ മദ്ഹബ് വ്യത്യാസപ്പെട്ട വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിവരമുള്ളവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു മദ്ഹബുകാരനോട് പറയണമെങ്കിൽ അവരെ മദ്ഹബ് അനുസരിച്ച് തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഉണർത്താൻ പറ്റുള്ളൂ. എന്താണ് റോയിസ് അവിടെ കയ്യും പൊക്കി ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത്? കുറെ നേരമല്ലോ റോയിസിന്റെ മൈക്ക് എടുക്കാതെ അവിടെ ഇല്ലേ? ബാക്കിയുള്ളവർ ചാടേണ്ടി വരുന്നത് മുന്നിലുള്ളവർ എടുക്കാഞ്ഞിട്ടാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇതുവരെ കൈയും ഒന്നിച്ച് അപ്പൊ മറ്റേ ആളും മൈക്ക് പോയതാന്ന് തോന്നുന്നുണ്ട്. ഉസ്താദെ, ഈ ഇമാമിലേക്ക് ചെന്ന് ചേരുന്നത് മൗഖൂഫായ സ്ഥലത്ത് കൂടി തന്നെ വേണോ? പിന്നെ ഇപ്പൊ ഉസ്താദിന്റെ ക്ലാസ് എന്ന് മനസ്സിലായത് അത് വേണ്ടെന്നാണ്. ഈ പഴയ കാലത്തൊക്കെ ഈ വഖഫ് ചെയ്യുന്ന കൂട്ടത്തില് ഈ ചിലപ്പം ഈ എന്ത് അകമ്പള്ളി പുറമ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. ചിലപ്പോ ഈ പുറമ്പള്ളിയിലായിരിക്കും ഉണ്ടാകുക ഈ കോണി ഉണ്ടാകുക. പക്ഷെ ഈ കോണിയും കോണിക്കൂടും ഒക്കെ വഖഫ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണലുണ്ട്. ഉസ്താദുമാരൊക്കെ അങ്ങനെ ലൈനാക്കി തന്നെ നമുക്ക് കാട്ടിത്തരലുണ്ട്. അപ്പോ ആ മൗഖൂഫായ സ്ഥലത്ത് കൂടി തന്നെ വേണോ ഇമാമിലേക്ക് ചെന്ന് ചേരുക എന്നത് ആണ് സംശയം. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. മറ്റേയാൾ മൈക്കെടുത്ത് അയാൾ ഡിസി ആയി പോയതാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തോ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഉസ്താദെ. അതായത് രണ്ടാളും പള്ളിയിലാണെങ്കിൽ, അതായത് പള്ളിയിലുള്ള വ്യത്യസ്ത റൂമുകളിൽ വെച്ച് നിൽക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിഷയം. പക്ഷെ നിങ്ങൾ ചോദിച്ചത് വേറെ ഏതോ ഒന്നാണ്. മനസ്സിലായില്ലേ? രണ്ട് വിഷയവും കൂടിച്ചേർന്നുകൊണ്ട് കൺഫ്യൂഷൻ വന്നതാണ്. ഒരാള് പള്ളിയിലും ഒരാള് പുറത്തും ആണെങ്കിൽ നല്ല മനസ്സിലാക്കുക. ഒരാള് പള്ളിയിലും ഒരാള് പള്ളി അല്ലാത്ത സ്ഥലത്ത്, ഇനി പുറത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാതെ വേണ്ട. ഒരാള് പള്ളിയിലുമാണ്, മറ്റേ ആള് പള്ളി അല്ലാത്ത സ്ഥലത്താണ്. എന്നാൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരിൽ ചിലരെയോ കാണുകയും വേണം,
ഖിബിലയിൽ നിന്ന് പിന്തിരിയാത്ത നിലക്ക് ഇമാമിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുകയും വേണം. അതൊരു മസ്അല. മറ്റേത് അങ്ങനെയല്ല. പള്ളിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഉദാഹരണം, ഒരാള് മാളിയന്റെ മുകളിലും ഒരാള് താഴെയും ആണ് എങ്കിൽ, അതല്ലെങ്കിൽ ഒരാൾ മുസല്ല നിസായിലും ഒരാൾ പള്ളിയിലുമാണ് എങ്കിൽ, ഈ ഇമാമ് നിൽക്കുന്ന സ്ഥലമാവുന്ന പള്ളിയിലേക്ക് മഅ്മൂമ് നിൽക്കുന്ന സ്ഥലമാവുന്ന പള്ളിയിൽ നിന്നും വഴി ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അതായത് മാളിയമ്മക്കുള്ള കോണി താഴ്വരയിൽ നിന്നാണ് വെച്ചതെങ്കിൽ ആ താഴ്വരയിലെ ആ കോണി നിൽക്കുന്ന ഭാഗവും അവിടെ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ സ്ഥലവും കൂടി പള്ളിയായി വഖഫ് ചെയ്യണം എന്ന് പറയുന്നത്, പള്ളിയുടെ മാളിയന്റെ മുകളിൽ നിൽക്കുന്ന ആള് പള്ളിയുടെ താഴെ നിൽക്കുന്ന ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കൽ സഹിയാവണമെങ്കിൽ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് കോണി താഴ്വരയിലാണെങ്കിൽ ആ താഴ്വരയിൽ കോണി നിൽക്കുന്ന സ്ഥലവും ആ കോണിയിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് പള്ളിയിലേക്ക് കയറുന്നത് വരെയുള്ള സ്ഥലവും പള്ളിയായി വഖഫ് ചെയ്യേണ്ടി വരുന്നത് പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രണ്ടുകൂടി കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. രണ്ടും വേറെ വേറെയാണ് വിഷയം. മൈക്ക് ചാടിയത് നേരത്തെ ഞാൻ വന്ന് ക്യൂല് വന്ന് മുകളിലെത്തിയപ്പം വയലക്സ് കട്ടായി. വീണ്ടും അങ്ങനെ തന്നെ ആവാതിരിക്കാൻ. ഞാൻ ഉസ്താദ് ഇവിടെ സൗദിയിൽ വന്നപ്പോ കഫീലായിട്ട് ചെറിയ പ്രശ്നത്തിലായിരുന്നു. അപ്പൊ ദുആവസിയത്ത് പറയാനായിരുന്നു. അപ്പൊ അങ്ങനെ അവൻ ഇപ്പൊ നാട്ടിൽ പോവാൻ സമ്മതിച്ചിരുന്നു നോമ്പ് കഴിഞ്ഞാൽ ഡ്രൈവറെ കിട്ടിയാല്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അങ്ങനെ ഇപ്പൊ വണ്ടിന്റെ പൈസയും ടിക്കറ്റും ഒക്കെ എടുത്ത് പോയിക്കോന്നാ പറയണത്. കുറച്ച് പ്രശ്നത്തിലാണ്. ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടും മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ, ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത്, ശുഹദാക്കളുടെ ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ടും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. അല്ലാഹു ആ സഹോദരന്റെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീ നീക്കി ഖൈറായ നിലക്കുള്ള ഫതഹ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ടും അവിടുത്തെ ആല് അഹ്ലു ബൈത്ത് അസ്ഹാബിന്റെ ഹക്ക് കറാമത്ത് കൊണ്ടും ആ സഹോദരന്റെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി സന്തോഷവും റാഹത്തും ഖൈറും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശബ്ദല്ല സഹോദരങ്ങൾക്ക് 2014 തീരെ ശബ്ദമില്ല. ഞങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റീരിയോസിലോ മറ്റോ ആയിരിക്കും, നിങ്ങൾ അറിയാതെ കയറിയതായിരിക്കാം. നോക്കി ശബ്ദം കേട്ടിട്ടില്ല. അടുത്ത ആൾ വയ്ക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉസ്താദിന്റെ മകള് ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണം. പിന്നെ ഒരു ചോദ്യം ഉസ്താദ്, ഈ പാന്റ് ധരിച്ച് എന്ന കാരണത്താൽ നിന്ന് മൂത്രം വയ്ക്കാൻ വല്ല അനുവദനീയമുണ്ടോ എന്നറിയിച്ച പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെയും മഹദിയായിരിക്കുന്ന ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും ഒക്കെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല ബുദ്ധിമുട്ടില്ലാതെ റാഹത്തായ നിലക്ക് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പാന്റ് ഇട്ട് ഇരുന്ന് മൂത്രയിക്കാൻ വയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഉഴുതറായിട്ട് എണ്ണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിയുന്നതും ഇരുന്ന് മൂത്രയിക്കാൻ പറ്റുന്ന നിലക്കുള്ള വസ്ത്രം ധരിക്കലാണ് നല്ലത്. പിന്നെ അങ്ങനെ ആയിപ്പോയ സാഹചര്യത്തിൽ ഇരുന്ന് മൂത്രം ഒഴിച്ചാൽ പൂർണ്ണമായി മൂത്രം പോകില്ല. പിന്നീട്
മൂത്രം കിനിഞ്ഞു വന്ന് നജസാവാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. കറാഹത്താണ് നിന്ന് മൂത്രമൊഴിക്കൽ. മോമിനീങ്ങളുടെ ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇരുന്ന് മൂത്രമൊഴിക്കാനാണ്. എന്നാൽ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ നജസാകുന്ന സാഹചര്യം വരിക, ഇരിക്കാൻ പറ്റാത്ത നടുവേദന പോലെയുള്ള രോഗങ്ങൾ വരിക പോലെയുള്ള ഉഴുതുണ്ടെങ്കിൽ കറാഹത്തില്ല. അങ്ങനെയുള്ള ഉഴുതൊന്നും ഇല്ലാതെ നിന്ന് മൂത്രമൊഴിക്കൽ കറാഹത്താണ്. നമ്മളായ മോമിനീങ്ങളായ ആളുകളുടെ നടപടിക്രമത്തിന് ചേർന്നതല്ല. ഏതായാലും ഹറാം ഏതായാലും ഇല്ല. നിന്ന് മൂത്രമൊഴിക്കൽ ഹറാമാണെന്ന് ഔറത്ത് അന്യര് കാണാത്ത നിരക്ക് മറയിൽ വെച്ച് നിന്ന് മൂത്രമൊഴിക്കൽ ഹറാമല്ല, കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ നജസ് ശരീരത്തിൽ നജസാകാൻ സാധ്യതയുണ്ടാവുക, ഇരിക്കാൻ പറ്റാത്ത നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ഉഴുതുറുണ്ടെങ്കിൽ ജായിസാണ്, കറാഹത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ള ഈ ഫതുൽ മുഈനിലെ മറ്റേ ഈ ഒരാള് പള്ളിയിലും മറ്റൊരാള് പുറത്തുമാണെങ്കിൽ അദമു ഹായിലും ബൈനഹുമാ യംനഉ മുറൂറൻ ഔ റുയത്തൻ എന്നോട് ഔ റുയത്തൻ എന്ന് പറഞ്ഞത് രണ്ടും മുഗായിറത്തിനെ തേടുന്നതാണോ അല്ലെങ്കിൽ അദബ് തഫ്സീറായിട്ട് എങ്ങനെയാണ് ഉദ്ദേശം? മുറൂറിനെ തടയുന്നതാണെങ്കിൽ ഇപ്പോ ജനവാതിൽ പോലുള്ളതിലൊക്കെ ആണെങ്കിൽ മുറൂറിനെ തടയും, തുറന്നിട്ട ജനവാതിലാണെങ്കിൽ കാണാൻ പറ്റൂല, അല്ല കാണാൻ പറ്റും, മുറൂറിനെ തടയാം. അപ്പൊ ഇങ്ങനെ രണ്ടും വേണം എന്നാണോ അല്ലെങ്കിൽ ഔ റൂയത്തൻ എന്ന് പറഞ്ഞാൽ രണ്ടാൽ ഒന്ന് മതി എന്നാണോ? മുറൂറോ അല്ലെങ്കിൽ റൂയത്തോ രണ്ടാലൊന്നും ഉണ്ടായാൽ മതിയോ? പള്ളിയിലാണെങ്കിൽ ഈ നിബന്ധനകൾ നേരത്തെ വാതില് അതിനെ കുറിച്ചിട്ട് വിശദീകരണം കൂടി പ്രതീക്ഷിക്കുന്നത്. പള്ളിയിലാണെങ്കിലും പ്രശ്നം തന്നെ അല്ല, മറ്റേ ഈ പൂട്ടിട്ട വാതിലൊക്കെ ആവുമ്പോൾ. അപ്പൊ അതിനെ കുറിച്ചൊന്നൊരു വിശദീകരണം ഉസ്താദിന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. പള്ളി അല്ലാത്തോടത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാളും പള്ളിയിലല്ല, വ്യത്യസ്ത കെട്ടിടങ്ങളിലാണ്, അല്ലെങ്കിൽ ഒരാള് പള്ളിയിലും ഒരാള് പള്ളി അല്ലാത്തോടത്തുമാണ്, അവിടെയൊക്കെ രണ്ടും വേറെ വേറെ തന്നെ വേണം. അതായത് കാണുകയും വേണം, ചെന്നു ചേരുന്നതിനെ തടയാതിരിക്കുകയും വേണം. രണ്ടാലൊന്നുണ്ടായ പോരാ. എവിടെ രണ്ടാളും പള്ളിയല്ലാത്ത വ്യത്യസ്ത രണ്ട് കെട്ടിടങ്ങളിലാവുകയോ അതല്ലെങ്കിൽ ഒരാൾ പള്ളിയിലും ഒരാൾ പള്ളി അല്ലാത്ത സ്ഥലത്തുമാവുകയോ ചെയ്യുന്നിടത്ത് ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സുഫുകളിൽപ്പെട്ട ചിലതിനെ കാണുകയും വേണം. ഖിബ്ലയിൽ നിന്ന് പിന്തിരിയാത്ത നിലക്ക് ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ ചെന്ന് ചേരാൻ വഴിയുണ്ടാവുകയും വേണം. രണ്ടും വേറെ വേറെ തന്നെ വേണം. മനസ്സിലായല്ലോ? പള്ളി അല്ലാത്തോടത്ത്. അതേ സമയത്ത് പള്ളിയിലാണെങ്കിൽ എന്ത് വേണം? പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പോകാനുള്ള വഴി ഉണ്ടായിരിക്കണം. ആ വഴി കാഴ്ച തടയുന്നത് കൊണ്ട് കുഴപ്പമില്ല, വാതിൽ അടച്ച് കുറ്റിയിട്ടത് കൊണ്ടും കുഴപ്പമില്ല, വാതിൽ പൂട്ടിയത് കൊണ്ടും കുഴപ്പമില്ല. മാത്രമല്ല, പൂട്ടിയ വാതില് താക്കോല് കാണാതെ പോയിരിക്കുന്നു, അപ്പൊ കാണാനില്ല, എന്നാലും കുഴപ്പമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളി എല്ലാം ഒരു കെട്ടിടത്തിന്റെ ഹുക്കുമിലാണ് അസുലി. അതിന്റെ കാരണം അതാണ്, പള്ളിയിൽ തന്നെയാണല്ലോ. പക്ഷേ ഈ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക്, അതായത് ഇമാമ് നിൽക്കുന്ന പള്ളിയിൽ നിന്ന് മൗമൂമ് നിൽക്കുന്ന പള്ളിയിലേക്ക്, തിരിച്ച് മൗമൂമ് നിൽക്കുന്ന പള്ളിയിൽ നിന്ന് ഇമാം നിൽക്കുന്ന പള്ളിയിലേക്ക് സാധാരണഗതിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന വഴി ഉണ്ടായിരിക്കണം. അത്രേ ഷർത്തുള്ളൂ. അവിടെ കണ്ടോളണമെന്നില്ല. ഒന്നിരിക്കൽ കാണുക, അല്ലെങ്കിൽ കാണുന്നവരെ കാണുക, അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ മുവല്ലിനെ കേൾക്കുക, നാലൊന്നും ഉണ്ടായാൽ മതി. അതോടുകൂടി വഴി ഉണ്ടായിരിക്കണം. ഈ വഴി എന്തായിട്ടുണ്ട്? ഡോർ അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റിയിട്ടുണ്ട്, പൂട്ടിയാണ്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതിന്റെ കാരണം എന്താ? പള്ളി എന്ന നിലക്ക് ഇതെല്ലാം ഒന്നിന്റെ ഹുക്കുമാ. അതുകൊണ്ടാണ് അവിടെ എന്ത് മതി എന്ന് പറയുന്നത്? വഴി ഉണ്ടായാൽ മതി എന്ന് പറയുന്നത്. വഴി ഇല്ലാഞ്ഞാൽ പറ്റൂല, അത്രയേ ഉള്ളൂ. പിന്നെ നാലാളൊരുക്ക് അറിഞ്ഞാലും മതി. അതേ സമയത്ത് ഒരാൾ പള്ളിയിലും ഒരാൾ പള്ളി അല്ലാത്തോടത്തുമാവുകയോ രണ്ടാളും പള്ളി അല്ലാത്ത സ്ഥലത്താവുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാണുകയും വേണം, ചെന്ന് ചേരാൻ പറ്റുകയും വേണം. ഓക്കെ.
അസ്സലാമലൈക്കും. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ ഈ ഔ റുയ്യത്തൻ എന്നുള്ള പദത്തില് ഔ എന്നുള്ളത് രണ്ടാലൊന്ന് മതി എന്നുള്ള നിലക്കുള്ളതല്ലല്ലേ? ഓ റുയ്യത്ത് എന്നുള്ള മാനായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. മുറൂറിനെ തടയുന്ന, മുറൂറിനെയും റുയ്യത്തിനെയും തടയുന്ന മറുണ്ടാകാതിരിക്കുക എന്നായിരിക്കും അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു. അതിൽ വേറെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉസ്താദ് പറയുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഒലാ യസുലു ഇലൈഹി ഇല്ലാ ബിസ്വിറാരിൻ വൻഇതാഫിൻ എന്ന് പറഞ്ഞോടുത്ത് പിന്നെ ഇമാമിലേക്ക് ചെന്നെത്താൻ തന്നെ വളവ് ഖിബിലിന് നേരെ ഒരാൾ നിന്നുകാണ്ട് മുന്നോട്ടാണ്ട് പോവുകയാണെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഏരിയയിൽ കൂടെ ഒക്കെ ഇമാമിലേക്ക് എത്താൻ കഴിയും. അതേസമയം സാധാരണ പോകുന്ന ഒരു വഴി ചിലപ്പം ഇമാമിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പുറത്തു കൂടി കടന്നു പോകണമെങ്കിൽ ഖിബിലയിലേക്ക് മുന്നോട്ടുള്ളൊക്കെ ഒഴിവായി ഇമാമിലേക്ക് ചെന്ന് കയറാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് തന്നെ ഇമാമിലേക്ക് ഇങ്ങനെ ബോധപൂർവം മുൻഭാഗം തെറ്റാതെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്നാൽ ആ രീതിയിൽ എത്തിപ്പെടുന്ന ഒരു രൂപം ഉണ്ടായാൽ മതിയോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പോകേണ്ട ഒരു രൂപത്തിൽ ഖിബിലയുടെ ഭാഗം തെറ്റാതെ എത്തിപ്പെടണം എന്നാണോ നിയമം എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. ഇസ്വിറാറ് എന്നിത്താഫ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്തിദ്ബാറുൽ ഖിബ്ല വരുന്ന നില വരരുത്. അതേ സമയത്ത് മയാസിർ കൊണ്ട് തെറ്റുന്നോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാൻ കൂടുതൽ വിശദമാണെങ്കിൽ ആ യാനത്തൊന്ന് നോക്കി അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇൻസ്വിറാറ് എന്നിത്താഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ഫ് തഫ്സീറാണ്. ഇസ്വിറാറിന്റെ മാന തന്നെയാണ് ഇന്നിത്താഫിനും കൊടുത്തത്. അതായത് ഇസ്തിദ്ബാറ് വരുന്ന നിലക്ക് തെറ്റാഞ്ഞാ മതി. തന്നെയല്ല ആദിയായ നിലക്ക് പോകാമാണെന്ന് പറഞ്ഞാൽ കയറുമ്പോ തൂങ്ങി ചാടുക, അതല്ലെങ്കിൽ ജനലിന്റെ ഉള്ളിൽ കൂടെ നോണ്ട് ചാടുക പോലത്തതായാ പോരാന്നാ പറഞ്ഞു. ഓക്കെ, ഉസ്താദ് പറഞ്ഞു എന്നറിയില്ല, ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. പിന്നെ ഒന്നാം സഫും പള്ളിയായിട്ട് എതിരായാല് ഒന്നാം സഫിനെ മുന്തിക്കണോ അല്ല പള്ളിയെ മുന്തിക്കണോ എന്നുള്ളതാണ് സംശയം. ഒന്നാം സഫിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് ത്വഫയിലൊക്കെ വളരെ വ്യക്തമായി മദീനത്ത് നമ്മൾ 1000 റക്അത്തിന്റെ അല്ല 1000 ഇരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞ പഴയ പള്ളിക്കുള്ളൂ. 1000 ഇരട്ടി എന്ന് പറഞ്ഞ പഴയ പള്ളിക്കുള്ളൂ, പുതിയ പള്ളിക്കില്ല എന്ന ഷാഫി മദ്ഹബിന്റെ മുഴക്കമത് അനുസരിച്ച് പഴയ പള്ളിയിൽ നിന്നാൽ 1000 മടങ്ങ് കൂലി കിട്ടും. പക്ഷേ ഒന്നാം സഫിൽ നിന്നാൽ പുതിയ പള്ളിയിലേക്ക് കിട്ടുള്ളൂ. അവിടെ നിൽക്കേണ്ടത് പുതിയ പള്ളിയാണ്. കാരണം ഒന്നാം സഫിൽ നിൽക്കുക എന്ന് പറയുന്ന ഫളീലത്ത് മദീനത്തെ പള്ളിയിൽ നിൽക്കുന്ന 1000 ഇരട്ടി ഫളീലത്തിനെക്കാട്ടിലും വലുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പള്ളിയിലും പള്ളിന്റെ പുറത്തുമായിട്ടാണ് നിസ്കാരം. ഇമാമ് പുറത്താണ്, ഒന്നാം സഫ് പള്ളിയുടെ പുറത്താണ് വരുന്നതെങ്കിൽ ഒന്നാം സഫിന്റെ ഫളീലത്തിനാണ് മുൻഗണന. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ ഷാഫി മദ്ഹബ് പ്രകാരം ആണ് മുസല്ലൻ നിസായിൽ അങ്ങനെ നിസ്കരിച്ച നിസ്കാരം സ്വയ്യാവൂല. വേറെ ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്തത്. അസ്സലാമു അലൈക്കും. നിങ്ങളെ പെണ്ണുകൾ ഏത് ഭാരത്യ ഒന്ന് പറഞ്ഞാണി നോക്കാം. നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളെ മോള് അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങള്, ഈ 4 ആളാണല്ലോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പെണ്ണുങ്ങള്. ഇവര് ഷാഫി മദ്ഹബുകാരാണല്ലോ. ഓക്കെ, അതിനത്ര മതി. ബാക്കി നാട്ടുകാരെന്താ ചെയ്യണത് നോക്കണ മസല പറയാനുള്ള സമയം നമുക്ക് നമ്മളെ ഷാഫി മദ്ഹബുകാരെ മസല അറിയാൻ തന്നെ ഇപ്പൊ തൽക്കാലം ഒഴിവില്ല. മനസ്സിലായില്ലേ? നമ്മൾ നാട്ടുകാരെന്താണ് ചെയ്യുന്നത് നല്ല നോക്കുന്ന വിവരങ്ങൾ എന്താ ഇത് മനസ്സിലാക്കാത്തത്? നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഇബാദത്ത് സഹിയാകാൻ വേണ്ട മസാലകളാണ് പറയുന്നത്. ഓലങ്ങനെ ചെയ്യുന്നല്ലോ, നിങ്ങളതാണോ? എന്നാ അതുപോലെ ഇടാക്കിയാലോ കുഴപ്പമില്ല. നിങ്ങളെ ഭാര്യക്ക് അമ്പലി മദ്ഹബ് പഠിപ്പിച്ചു കൊടുത്താളി. എന്നിട്ട് ഓൾ അമ്പലി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും ബാത്തിലാകുന്ന കാര്യങ്ങളും
ഒക്കെ പഠിക്കട്ടെ, ജമാഅത്തിന്റെ ഷർത്തുകൾ അതും പഠിക്കട്ടെ. എന്നിട്ട് അതനുസരിച്ച് ഈ മാലിക്കി ഹംബലി മദ്ഹബാണ് ബാക്കി മദ്ഹബുകളെക്കാട്ടിലൊക്കെ ഏറ്റവും ഉത്തമമായ മദ്ഹബ് എന്ന് തഖ്ലീദ് ചെയ്യട്ടെ. അങ്ങനെ ഇഖ്തിയാർ ചെയ്തിട്ട് അവൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും ബാത്തിലാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കുകയും ജമാഅത്തിന്റെ ഷർത്ത് മനസ്സിലാക്കുകയും ചെയ്യുമെങ്കിൽ അതിനനുസരിച്ച് അവൾ ചെയ്തോട്ടെ. ഇതൊക്കെ സ്വപ്നത്തിലല്ലാതെ നമ്മളോട് കഴിയുന്ന കാര്യമാണോ ഈ പറയണൊക്കെ? തല മുഴുവൻ തുടങ്ങിയാൽ മദ്ഹബ് മാറും എന്ന് പറയണ അത് വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ പറയുന്നതാണ്. മദ്ഹബ് മാറുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷർത്ത് ഇഖ്തിയാറാണ്. ആ മദ്ഹബാണ് ആ വിഷയത്തിൽ ഏറ്റവും അഫ്ദല് എന്ന് കൽബ് കൊണ്ട് തീരുമാനിക്കലാണ് ഇഖ്തിയാർ. എന്നിട്ട് ആ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഷർത്തും ഫർദും അത് ബാത്തിലാവുന്ന കാര്യങ്ങളും ആ മദ്ഹബ് അനുസരിച്ച് മനസ്സിലാക്കി ചെയ്യണം. നമ്മൾ പെണ്ണുങ്ങളോടൊക്കെ കയ്യോ അത്? പിന്നെ നാട്ടുകാരുടെ മസല പറയാനുള്ള സമയമുള്ള സമയം അതിനൊക്കെ വേണമെങ്കിൽ അത് ഓരോ ഇമാമിങ്ങളോട് ചോദിച്ചാൽ മതി, നിങ്ങളെ മദ്ഹബിൽ എങ്ങനെയാണ്. ഉസ്താദെ അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കിയത് അതുകൊണ്ട് അദ്ദേഹം മൈക്കെടുക്കണില്ല. സുഹൃത്ത് ഉസ്താദ് ഒരു വിഷയം പിന്നെ ഡസൻ കണക്കിന് വരലുണ്ട്. പ്രധാനപ്പെട്ടത് വീണ്ടും പറഞ്ഞത് ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. കുമരമ്പത്തൂർ അലുസ്താദിന്റെ ജ്യേഷ്ഠന്റെ മൂത്ത മരുമകൻ ബൈക്കിൽ ഒരാളപ്പം ബേക്കിൽ പോകുമ്പോ വീണ് ചില പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നു. അത് ഭേദമായിട്ട് ഇന്നലെ പിന്നെ ക്ഷീണം വന്ന് അവസാനം ബ്ലഡ് കട്ട പിടിച്ചിട്ട് ഇന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. വളരെ സീരിയസ് ആണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ലാസ്റ്റ് ദുആ ചെയ്താൽ മതി. ആ സുഹൃത്ത് മൈക്കിലേക്ക് വന്നോളൂ. എന്റെ നേരെ താഴെയുള്ള ഐഡി ഞാൻ ആ പേര് ഉസ്താദിന് PM ചെയ്തു തരാം. ഇനി സമയം കളയണ്ടല്ലോ. മൈക്ക് വിട്ടു. ആർക്കും മൈക്ക് വേണ്ടേ? ഉസ്താദെ ചോദ്യങ്ങളുണ്ട്. ഞാൻ മറ്റുള്ളവരെ ചാൻസ് നഷ്ടപ്പെടുത്താതെ ചോദിക്കാതിരിക്കുകയാണ്. ഒന്ന് അകത്തെ പള്ളിയിൽ സെഫ് കെട്ടുന്ന സമയത്ത് പിന്നെ ചെരുവില് ചില ആളുകൾ ചില ഭാഗത്ത് പള്ളിയിൽ ചെരുവിൽ 1-2 ആളുകൾ ഒന്നാം സെഫ് പൂർത്തിയാക്കിയിരിക്കും. ഒരു 3 ആൾക്ക് നിൽക്കാനോ 4 ആൾക്ക് നിൽക്കാനോ സൗകര്യം ചെരുവിലുണ്ടായിരിക്കുള്ളൂ. പിന്നെ ചില പള്ളിക്ക് തന്നെ ചെരുവിൽ 2 ആൾ നിൽക്കും. ഏതാ ഞാൻ അകത്ത പള്ളിക്ക് 2ാം സെഫാണ് കെട്ടിച്ചിട്ട് ഈ ആള് പിന്നെ വീണ്ടും ശേഷം ഒന്നു എടുത്ത് വരുന്ന ആള് 1ാം സെഫിന്റെ നേരെ ചെരുവിലുള്ള ആളെ പിന്നെ സെഫ് പൂർത്തിയാക്കാതെ അകത്തപ്പള്ളിയിൽ വന്നിട്ട് വീണ്ടും പിന്നെ സെഫ് കെട്ടി നിൽക്കും. ഇവിടെ ഇങ്ങനെ ജമാഅത്തിന്റെ കൂലി എങ്ങനെയാണ് അവിടെ? അതല്ല 1ാമത്തെ സെഫിന് നേരെ അപ്പുറത്ത് ചെരുവില് കെട്ടിയ സെഫ് പൂർത്തിയാക്കണോ 2ാം സെഫുകാര്? അതല്ല ഈ പള്ളിയുടെ അകത്തപ്പള്ളിയിൽ തന്നെ 2ാം സെഫ് കെട്ടിയാലും അതോ ചെരു പൂർത്തിയാക്കാതെ എന്ന് അവിടെ ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്ക് വിട്ടു. ചെരുവ് പള്ളിയാണെങ്കിൽ ആ കൂടി പൂർത്തിയാക്കിയിട്ടാണ് 2ാം സെഫ് കെട്ടേണ്ടത്. ചെറു പള്ളി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ 1ാം സെഫിന്റെ കൂലി കിട്ടുമെങ്കിലും അത് പൂർത്തിയാക്കാതെ തന്നെ പള്ളിയിലെ 2ാം സെഫിൽ നിൽക്കുന്നതിന് കുഴപ്പവുമില്ല. സമയം ബാങ്ക് കൊടുക്കാനാണ്. ആളുകൾ അങ്ങനെ കൈപൊക്കി നിൽക്കുക എന്നല്ലാതെ കാര്യമായിട്ട് ആരും മൈക്ക് എടുക്കുന്നത് കാണുന്നില്ല. ആരോ ഒരാൾ മൈക്ക് വേണമെന്ന് പറഞ്ഞു, അയാൾ വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടെ, എന്നിട്ട് ദുആ ചെയ്യാം. അസ്സലാമലൈക്കും ഉസ്താദ്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു ചോദ്യം അല്ല, വേറെ ആൾ PM ചെയ്ത് ചോദിച്ചതാണ്. ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം. മുസ്തലാത്ത് അതോണോ അദ്ദാദ്രാത്തിയൊക്കെ മെൻസസുള്ള ടൈമിന് സ്ത്രീകൾക്ക് ആ ബുക്ക് എടുത്തിട്ട് ചെല്ലാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. സ്ഥിരമായിട്ട് ചെല്ലുന്ന ആളാണ്. ഒന്ന് വിശദീകരിച്ചു തന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമലൈക്കും. അളമുസ്വലാത്ത് പോലെയുള്ള ദിക്റുകള് സ്വലാത്തുകള് അതൊക്കെ മെൻസസുള്ള സമയത്ത് ചൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ശുദ്ധിയില്ലാത്ത സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് വെച്ചാൽ മറ്റ് ദിക്റുകളും സ്വലാത്തുകളും ദുആകളും ഒക്കെ ചെയ്യൽ അനുവദനീയമാണ്. ഓക്കെ, ഞാൻ ആ ഒരാളോട് ഉണ്ടായാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കെടുത്തോളി, ഇല്ലെങ്കിൽ ഇനി ദ്വാരക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ആയിബായ മയ്യത്തിന്റെ മേലെ നിസ്കരിക്കണമെങ്കിൽ മയ്യത്ത് മറമാടേണ്ടതുണ്ടോ? ഉദാഹരണം, ഇവിടെ നിന്ന് ഒരാളെ മരിച്ച് അയാളെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സൗദിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ സൗദിയിലുണ്ട്, അവിടുന്ന് ആയിബായ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് മറമാടുന്നതിന്റെ മുമ്പ്.
അസ്സലാമു അലൈക്കും. വായിബായ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കണമെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിരിക്കൽ ഷർത്താണ്, മറമാടൽ ഷർത്തൊന്നുമില്ല. കുളിപ്പിച്ച് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ സയ്യാവണമെങ്കിൽ തന്നെ ആ മയ്യത്ത് കുളിപ്പിക്കൽ ഷർത്തും കഫൻ ചെയ്തതിന് ശേഷമായിരിക്കൽ സുന്നത്തുമാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷം മയ്യത്ത് നിസ്കരിക്കാം, അത് വായിബായ മയ്യത്തിന്റെ പേരിലും നിസ്കരിക്കാം. മറമാടിയിട്ടായാലും കുഴപ്പമില്ല, മറമാടുന്നതിന് മുമ്പ് കുളിപ്പിക്കലും കഫൻ ചെയ്യലും കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാവുന്നതാണ്. ഇനി സമയമില്ല, ബാങ്ക് ആയും ചെയ്ത് ആളുകളൊക്കെ ഏകദേശം കഴിഞ്ഞാണ്. ആരാ പറഞ്ഞ? യൂസുഫ് ഫൈസിയോ? യൂസുഫ് ഫൈസിയാണ്. ബ്ലഡ് സ്റ്റക്കായി ICU-വിലാണ് എന്ന് പറഞ്ഞു. അലി ഉസ്താദിന്റെ ബന്ധത്തിൽപ്പെട്ട ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ സഹോദരന് പൂർണ്ണമായ ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതിന് എന്ത് മാർഗം ചികിത്സയാണോ ചെയ്യേണ്ടതെങ്കിൽ അതിലേക്ക് അള്ളാഹു തആല എളുപ്പത്തിൽ ആ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിനുള്ള വഴി എളുപ്പമാക്കി കൊടുത്ത് സലാമത്താക്കുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ജീവിതത്തിൽ എണ്ണമറ്റ ദോഷങ്ങൾ ചെയ്തവരാൻ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫ്വ ചെയ്ത് മാപ്പാക്കി തവ്വാബീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു നിന്ന് ഞങ്ങളുടെ എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. ആക്സിഡന്റിലും മറ്റും പരിക്കേറ്റ് വിഷമം അനുഭവിക്കുന്നവർക്ക് എളുപ്പത്തിൽ നീ ശിഫ നൽകണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ആശുപത്രിയിൽ കിടക്കുന്ന ആ സഹോദരങ്ങൾക്കൊക്കെ നീ പൂർണ്ണമായ ഫത്ഹ് കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, അജലെത്തിയവർക്ക് നീ ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഒക്കെ ഉന്നതമായ വിജയം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ദീനിലും ദുനിയാവിലും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഭാര്യ മക്കളെ കൊണ്ട് കൺകുളിർമയാവുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സ്വത്തിലും ഒക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാര്, സാദാത്യങ്ങൾ, ഉലമാക്കൾ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും സലാമത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് തന്നുകൊണ്ട് വിജയിക്കണേ തമ്പുരാനെ. റബ്ബേ, നാളെ മഹ്ശറ വൻസഭയിൽ നിന്റെ അർശിനെ തണലേക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്തണഞ്ഞ ഷറഫാക്കപ്പെട്ട തുർക്കിയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫായത്ത് കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ചെല്ലണേ റഹ്മാനെ. പ്രയാസമേറുന്ന സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അംബിയാ, ഉലിയാ, ശുഹദാ, സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ നിക്കാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പന്മാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തെന്നവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്തവർ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനും മോമിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ഇസ്സത്തിലും ആഫിയത്തിലും ആക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين.